വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഫോർഡബിൾ വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് കേട്ടോ. തീർത്തും അഫോർഡബിൾ ആണ്. ഇത് ഏതൊരാൾക്കൊരു ബിഗിനറിന് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ സ്കിന്നൊക്കെ നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷീറ്റ് ന്യൂട്രിക്സിൻ്റെ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല സപ്പിളായിട്ട് നമ്മളെ ഫേസ് ഇരിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ബേസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുക എന്നുള്ളത്. അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മേക്കപ്പും നല്ല സെറ്റായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടില്ല. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീനും ചെയ്ത് കൊടുക്കുക. ഞാനിത് മോയ്സ്ചറൈസർ, ലിപ് ബാം, സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളതാണ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു പ്രൈമർ വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു അഫോർഡബിൾ പ്രൈമർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ, ലിങ്ക് വന്നിട്ട്. അപ്പോൾ ഇത് ഞാനിതാ പോർസ് ഉള്ള അതുപോലെ ലൈൻസ് ഒക്കെ ഉള്ള ഏരിയ ഒന്ന് മിനിമൈസ് ആക്കി ബ്ലറാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തീർത്തും ഓപ്ഷണൽ ആണ് കേട്ടോ. ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ടുള്ള ഏരിയ, പിഗ്മെന്റേഷനുള്ള ഏരിയ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്ഷണലാണ്, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും പാടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓറഞ്ച് കളർ കറക്റ്ററാണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത്. നമ്മൾ ഫേസ് മൊത്തത്തിൽ സ്പ്രെഡ് ആക്കരുത്, ആ ഒരു പിഗ്മെന്റേഷനുള്ള ഏരിയ മൊത്തത്തിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിൽ മാത്രമല്ല, നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്രീമി ആയിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഒരു ഓറഞ്ച് ഷെയ്ഡ് ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട്. വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു കൺസീലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. എപ്പോഴും കൺസീലർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്കിൻ ടോണിനേക്കാളും ഒരു ഡാർക്ക് ഷെയ്ഡ് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമാണ്. ഇതുപോലെ പാടുകൾ മറയ്ക്കാനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് യൂസ് ആക്കി കൊടുക്കാം. പിന്നെ വന്നിട്ട് ഇതാ ആ ഒരു സെയിം ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തതിന് മുകളിലായിട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ബ്ലെൻഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരേ വിരലിൽ വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക, കാരണം ആ ഓറഞ്ച് കളർ മിക്സ് ആയി വരും. സോ നിങ്ങൾ വേറെ ഒന്നെങ്കിൽ നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ബ്രഷ് എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് അതും കൂടെ ഞാൻ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഫൗണ്ടേഷനും ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പം നല്ല ഗ്ലോവി ഡ്യൂവി ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് കിട്ടും. ഇത് ഫിറ്റ്മിയുടെ മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ്, ട്യൂബ് ഫൗണ്ടേഷൻ ആണ്. 310 എങ്ങാണ്ടാണ് കേട്ടോ എൻ്റെ ഷെയ്ഡ് വന്നിട്ട്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ, NYBയുടെ. ഇത് രണ്ടും കൂടെ നമുക്ക് വേണ്ട അളവിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ട് ഡോട്ട് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്ട്രോപ്പ് ക്രീം മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പാച്ചി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനിൽ മിക്സ് ആക്കി ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോവി ഡ്യൂവി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഡോട്ട് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്കിലും കൂടെ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് മേക്കപ്പ് ആണെങ്കിൽ നിങ്ങൾ നെക്കിലും നമ്മുടെ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 3 രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ആക്കാം. എനിക്ക് കൂടുതൽ ഇപ്പോൾ കൺവീനിയൻറ്റ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു ഫിനിഷിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പഞ്ച്, കൂടുതൽ നാച്ചുറൽ ഫിനിഷിംഗ് ആണ്, ഒരുപാട് പ്രൊഡക്റ്റ് ഫേസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പഞ്ച് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി അവിടെ പാച്ചായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ കൂടെ സ്പ്രേ ചെയ്തിട്ടും ബ്ലെൻഡ് ആക്കി കൊടുക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഗ്രേഷ് കളറൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇനി ഞാനത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് NYBയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ, മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതും നമ്മുടെ 500 താഴെ വരുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ബ്രഷിൽ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഈ ഒരു മേക്കപ്പ് ഈവനിങ് വരെ നിൽക്കാറുണ്ട് കേട്ടോ പൊതുവെ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് പർപ്പിളിൻ്റെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ് കേട്ടോ. ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ്. 100
സംതിങ്ങിന് എന്തോ ആണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ കോണ്ടോർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീർത്തും ഓപ്ഷണലാണ്, നിങ്ങൾ കോണ്ടോർ ചെയ്യണമെന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ചെയ്യാമെന്നുള്ളൂ. നിങ്ങൾക്ക് നോസൊക്കെ നല്ല ചബ്ബി ആയിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള നോസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കോണ്ടോർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കങ്ങനെ ഫുൾ എല്ലാ ബ്രഷും വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല, എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷ് വന്നിട്ട്. സോ ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പാടില്ല, എന്നാൽ അവിടെ വേണം എന്നുള്ള രീതിക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത് മിസ് ക്ലയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്യാനുള്ള ബ്രഷും വരുന്നുണ്ട് കേട്ടോ. ഇതും 100 സംതിങ് റേറ്റ് വരുന്നുള്ളൂ. ചിലപ്പോൾ 100ന് താഴെയും കിട്ടാറുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു മിഡ് പോർഷൻ്റെ കുറച്ച് ഫ്രണ്ടിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എഴുതി കൊടുക്കരുത്. അതിൻ്റെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് എടുത്ത് വരയ്ക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും. ജസ്റ്റ് നമ്മൾ ഐബ്രോൻ്റെ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫില്ലാക്കേണ്ട ഭാഗം മാത്രം ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷിങ് വരും. ഐബ്രോ ഫില്ല് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഐ ലുക്കാണ് കേട്ടോ. ഇതിന് മാർസിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അധികം ന്യൂഡ് ഷെയ്ഡ്സ് വരുന്നൊരു പാലറ്റാണ് കേട്ടോ. അതിൽ നിന്ന് ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേ. നമ്മുടെ സാരി വന്നിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. സോ ഐ ലുക്കൊക്കെ കുറച്ചൊന്ന് സറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളർ സെലക്ട് ചെയ്ത് ഒരുപാട് പോപ്പപ്പ് ചെയ്ത് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബേസായിട്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തതാണ്. അതൊന്ന് സെറ്റാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസായിട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി എനിക്കൊരു ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നൈക്കയുടെ ഈ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പാലറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ രണ്ട് ഐയിലും ആ ഒരു ഷെയ്ഡ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു പിങ്ക് ഗ്ലോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ മാർസിൻ്റെ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെറും ഗ്ലിറ്റർ മാത്രമാണ് കേട്ടോ. പക്ഷെ കുറച്ചൊരു ഹെവി ആയ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ചിട്ടുണ്ട്. ആ ഗ്ലിറ്റർ അത്രത്തോളം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഔട്ടർ കോർണറിലായിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തൊന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതും നൈക്കയുടെ പാലറ്റാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാനിതാ ഈ ഒരു ഇന്നർ കോർണറിന് ഔട്ടർ കോർണറിൽ മുകളിലേക്കായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെ ആയിട്ടും കണ്ണ് എഴുതുന്ന പോലെ ആ രീതിക്ക് പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു അടിപൊളി ഭംഗിയാവട്ടെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുകളിൽ ഏതാണോ ഐ ഷാഡോ കളർ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ കണ്ണിന് താഴെയായിട്ടും ലൈറ്റായിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിക്ക് കണ്ണെഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഐലൈനറാണ് കംഫർട്ടബിൾ എങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയ കണ്ണുള്ളവരാണെങ്കിൽ ഐലൈനർ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ മാത്രം ഇങ്ങനെയൊന്ന് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ ഇതിലെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കണ്ണ് മുകളിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ലുക്കാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇതുപോലത്തെ മേക്കപ്പിൽ. നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ ഭംഗി നോക്കാണ്ട്, അതായത് മറ്റുള്ളവർ അങ്ങനെ എഴുതിയിട്ടാണെന്ന് നോക്കാതെ നിങ്ങളെ കണ്ണ് എങ്ങനെയാണോ അതിനനുസരിച്ച് കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ താഴെ മുകളിൽ എഴുതുന്നതാണ് ഭംഗി, താഴെ മുകളിലും സ്മഡ്ജ് ചെയ്യുന്നതാണ് ഭംഗി എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഒരു തിന്നായിട്ടുള്ള ഐലാഷ് കൂടെ ഈ ഒരു ടൈമിൽ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വേണമെങ്കിൽ 2 മിനിറ്റ് നമുക്ക് കണ്ണടച്ച് നിൽക്കാം കേട്ടോ, അതൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 2 കണ്ണിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഞാനൊരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ലിപ് ലൈനറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഇഷ്ടപ്പെട്ട ലിപ് ലൈനർ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ലിപ്പൊന്ന് ആദ്യം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ലിപ്പിനുള്ളിലും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു സ്റ്റെയിന് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെയിം ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ
കയ്യിലുണ്ട്, ഡാസ്ലറിൻ്റെ ആണ്. ആ ഒരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, പക്ഷേ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കയ്യിൽ. അത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്താലും ഈ സെയിം ഷെയ്ഡാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്. ഇനി ഞാൻ ഇതൊന്ന് സട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡൊക്കെ, ഒരു ഒംബ്രെ ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഒരു ക്രീം ലിപ്സ്റ്റിക്കാണത്. 62 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അതൊന്ന് ഞാനിതാ സെൻറ്ററിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു ഒംബ്രെ ഷെയ്ഡിലൊരു ലിപ്പൊക്കെ ഉണ്ടോ കിട്ടുന്നത്. ഇനി ഞാൻ മെയ്ബിലിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഗ്ലോവി ഡ്യൂവി മേക്കപ്പ് ആണ്, മെയ്റ്റ് ഫിനിഷ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോമ്പാക്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിക്ക് നിൽക്കുന്ന പോലെ നമ്മുടെ ഫേസിൽ നല്ല ലെയർ ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ശേഷം ഞാൻ നൈക്കയുടെ നമ്മുടെ ആ ഒരു പിങ്ക് പാലറ്റിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ബ്ലഷ് ആയിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചുകൂടി പോയി, കാരണം ഞാൻ പറഞ്ഞ പോലെ നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ ആ ഒരു പാലറ്റ്. അപ്പോൾ ജസ്റ്റ് ഞാനിതാ വേറൊരു സൈഡ് വെച്ചിട്ട് ബ്രഷിൻ്റെ വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കവിളിൻ്റെ ചീക്കിൽ നടുവിൽ പോയിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യരുത്, അത് വളരെ ബോറായിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വേണം, കുറച്ച് മുകളിലോട്ടായിട്ട് വേണം ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മേക്കപ്പിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ മാർസിൻ്റെ ഈ ഒരു മസ്കാര വെച്ചിട്ട് നമ്മൾ ഐലാഷ് ഒന്ന് സെറ്റാക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് ഐലാഷും കൂടെ ഒന്ന് മിക്സായി ബ്ലെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഐലാഷ് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസ്കാര തന്നെ മതിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഫില്ലിംഗ് ആയിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഐലാഷ് കിട്ടും. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ്, നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു മസ്കാര വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ അതും കൂടെ അപ്ലൈ ചെയ്തു. ഞാനിതൊരു വൈറ്റ് സ്റ്റോണിൻ്റെ പൊട്ട് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഞാൻ ഈ ഒരു NYBയുടെ മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രേ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോവി ആയി നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തുടച്ചു കൊടുക്കരുത്, ഇതുപോലെ നമ്മളൊന്ന് വീശി കൊടുക്കുക, ഫാനിൻ്റെ മുന്നിൽ നിന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് മേക്കപ്പ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. സത്യത്തിൽ ഞാൻ ഒരു വെഡിങ്ങിന് പോവുകയാണ് കേട്ടോ, അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റും, എനിക്ക് ഉറപ്പില്ല മാറ്റോ ഇല്ലേ എന്നുള്ളത്. ഫേസ് മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫുൾ ലുക്കൊക്കെ വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം. ബാങ്കിൾ വന്നിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇയറിങ്സ് പിന്നെ ഞാൻ നോർമൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഒക്കെ സിൽവർ ആണ് കേട്ടോ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോസ് ഗോൾഡിൻ്റെ ഒരു ചെയിനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.